ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടിബറ്റൻ മക്കാക്ക് എന്ന കുരങ്ങിനെ പറ്റിയാണ്. ടിബറ്റൻ മക്കാക്കിനെ പെരെ ഡേവിഡിൻ്റെ മക്കാക്ക് എന്നും അറിയപ്പെടുന്നു. ടിബറ്റൻ മക്കാക്കാണ് ഏറ്റവും വലിയ മക്കാക്ക് സ്പീഷീസ്. ഏഷ്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കുരങ്ങുകളിൽ ഒന്ന്. ഏഷ്യൻ കുരങ്ങുകളിൽ പ്രൊബോസിസ് കുരങ്ങുകളും വലിയ ഇനം ചാര നിറത്തിലുള്ള ലങ്കൂറുകളും മാത്രമാണ് വലുപ്പത്തിൽ വലുത്. സാധാരണയായി 13 മുതൽ 19.5 കിലോഗ്രാം വരെ ഭാരവും 61 സെൻറ്റിമീറ്റർ മുതൽ 71 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും. പരമാവധി റെക്കോർഡ് ഭാരം 30 കിലോഗ്രാം ആണ്. പെൺകുരങ്ങുകൾക്ക് 9 മുതൽ 13 കിലോഗ്രാം വരെ ഭാരവും 49 മുതൽ 63 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും. ആൺകുരങ്ങുകളുടെ കുറ്റി പോലുള്ള വാൽ 4 മുതൽ 14 സെൻറ്റിമീറ്റർ വരെ മാത്രമേ നീളമുള്ളൂ. പെൺകുരങ്ങിൻ്റെ വാൽ വളരെ ചെറിയതാണ്. രോമങ്ങൾ ഈ ജീവിവർഗത്തിൻ്റെ തണുത്ത അന്തരീക്ഷത്തിന് അനുയോജ്യമാണ്. നീളമുള്ളതും ഇടതൂർന്നതും പിന്നിൽ തവിട്ട് നിറമുള്ളതും അടിഭാഗത്ത് ക്രീം ബഫ് മുതൽ ചാരനിറം വരെയുള്ള നിറങ്ങളുമുണ്ട്. ചില മുതിർന്നവയുടെ പിന്നിൽ വളരെ കടും തവിട്ട് നിറമാണ്. മറ്റുള്ളവർക്ക് മണൽ കലർന്ന മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. അവയ്ക്ക് പ്രകടമായ വിളറിയ ബഫ് താടിയും നീണ്ട മീശയുമുണ്ട്. പക്ഷേ താരതമ്യേന രോമമില്ലാത്ത മുഖമുണ്ട്. പുരുഷന്മാരിൽ മുഖം ഇളം പിങ്ക് നിറമായിരിക്കും. പക്ഷേ സ്ത്രീകളിൽ കൂടുതൽ തിളക്കമുള്ളതും ചുവപ്പ് കലർന്ന പിങ്ക് നിറവുമാണ്. കുഞ്ഞുങ്ങൾക്ക് വെള്ളി കറുപ്പ് നിറത്തിലുള്ള രോമങ്ങളുണ്ട്. അത് 2 വയസ്സിൽ മുതിർന്ന നിറത്തിലേക്ക് മാറുന്നു. ടിബറ്റൻ മക്കാക്കുകൾ മിശ്ര ലിംഗ ഗ്രൂപ്പുകളിലാണ് ജീവിക്കുന്നത്. സങ്കീർണമായ സാമൂഹിക വ്യവസ്ഥയിൽ പെൺമക്കാക്കുകൾ അവരുടെ ജനന ഗ്രൂപ്പിൽ തന്നെ ജീവിതകാലം മുഴുവൻ തുടരുന്നു. എന്നാൽ പുരുഷന്മാർ അവരുടെ കൗമാരത്തിന് തൊട്ടു പിന്നാലെ പിരിഞ്ഞു പോകുന്നു. മക്കാക്ക് സമൂഹങ്ങൾ ശ്രേണിപരമായ ഒരു വിഭാഗമാണ്. ഉയർന്ന റാങ്കിലുള്ള ആൺകുരങ്ങന്മാർക്ക് ഭക്ഷണത്തിലേക്കും ലൈംഗിക സ്വീകാര്യതയുള്ള പെൺകുരങ്ങുകളിലേക്കും മികച്ച പ്രവേശനം ലഭിക്കുന്നു. ആൽഫ ആൺകുരങ്ങുകൾ ഗ്രൂപ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. സാധാരണയായി വലുതും ശക്തവും പുതുതായി പക്വത പ്രാപിച്ചവരുമാണ് ആൺകുരങ്ങുകൾ. പ്രായമാകുമ്പോൾ ക്രമേണ ആൺകുരങ്ങുകളുടെ സാമൂഹിക സ്ഥാനം നഷ്ടപ്പെടുകയും മറ്റ് ആൺകുരങ്ങുകളിൽ നിന്നുള്ള ആധിപത്യത്തിനായുള്ള വെല്ലുവിളികൾക്ക് വിധേയരാകുകയും ചെയ്യുന്നു. അത്തരം സംഘർഷങ്ങൾ പലപ്പോഴും വളരെ അക്രമാസക്തമാണ്. കൂടാതെ ആൺകുരങ്ങുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ പരസ്പരം കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ടിബറ്റൻ കുരങ്ങുകളിലെ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ളവർ തമ്മിൽ പരസ്പരം ഗ്രൂപ്പുകളിൽ മത്സരം വളരുമ്പോൾ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് വേർപിരിഞ്ഞ് ഫിഷനിങ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വ്യത്യസ്തമായ ഒരു ഹോം റേഞ്ചിലേക്ക് മാറുകയും ചെയ്യുന്നു. പെൺമക്കാക്കുകൾ ആദ്യം 5 വയസ്സുള്ളപ്പോഴാണ് പ്രജനനം നടത്തുന്നത്. ഗർഭകാലം 6 മാസമാണ്. ഓരോ ഗർഭത്തിലും ഒരു കുഞ്ഞ് ജനിക്കുന്നു. മിക്ക കുഞ്ഞുങ്ങളും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ജനിക്കുന്നത്. കുഞ്ഞു മക്കാക്കുകൾക്ക് 1 വർഷം വരെ പാൽ കൊടുക്കുന്നു. അടുത്ത വർഷം വരെ പെൺമക്കാക്കുകൾ വീണ്ടും പ്രസവിച്ചില്ലെങ്കിൽ കൂടുതൽ കാലം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാറുണ്ട്. പകൽ സമയം സജീവമാകാറുള്ള ഈ ഇനം കുരങ്ങുകൾ കൂടുതൽ സമയവും നിലത്ത് ചെലവഴിക്കുന്നു. അവിടെ ഇലകൾ, പഴങ്ങൾ, പുല്ല്, ഒരു പരിധിവരെ പൂക്കൾ, വിത്തുകൾ, വേരുകൾ, പ്രാണികൾ എന്നിവ തേടിയെത്തുന്നു. ലഭ്യമാകുമ്പോൾ മുളയുടെ ചിനപ്പ്, പൊട്ടൽ, പഴങ്ങൾ, ഇലകൾ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ചൈനയിലെ ടിബറ്റ്, സിച്ചുവാൻ, ഹനാൻ, യുണാൻ എന്നീ പർവ്വത പ്രദേശങ്ങളിലെ തണുത്ത കൊടുമുടികളിലും കാടുകളുമാണ് ഇവരുടെ താമസം. 800 മുതൽ 2500 മീറ്റർ ഉയരത്തിലുള്ള ഏഷ്യൻ വനങ്ങൾ, ഓക്ക് കാടുകൾ, മിശ്രവനങ്ങൾ എന്നിവയിൽ ഇവരെ കൂടുതലായി കാണാൻ സാധിക്കുന്നു. ഇവരുടെ ആവാസ വ്യവസ്ഥ
ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിൽ ആയതിനാൽ സൂര്യപ്രകാശത്തിൽ തണുപ്പ് മാറാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. വളരെ ബുദ്ധിയുള്ളവരും ജാഗ്രതയുള്ളവരുമാണ് ഈ ടിബറ്റൻ കുരങ്ങന്മാർ. പരസ്പരം ഗ്രൂമിംഗ് മുഖേന ബന്ധം ശക്തമാക്കുന്നു. ചിലപ്പോൾ മനുഷ്യർക്ക് സമീപം എത്തി ആഹാരം തേടാറുണ്ട്. വനപ്രദേശത്ത് ഇവയുടെ ആയുസ് ഏകദേശം 20-25 വർഷം വരെയും തടവറകളിൽ 30 വർഷം വരെയും ഈ കുരങ്ങന്മാർ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.